വെൽക്കം ടു ബെറ്റർ ലൈഫ് ഫിറ്റ്നസ് ടോക്സ്. ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ആളുകൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ്. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വർക്കൗട്ട് ചെയ്ത് നമ്മൾ വർക്കൗട്ട് നിർത്തി കുറെ കാലത്തേക്ക് വർക്കൗട്ട് ചെയ്യാതിരുന്നാൽ നമ്മുടെ മസിൽസ് ഒക്കെ തൂങ്ങിപ്പോവും എന്നുള്ളത് ചില ആളുകൾ പറയാറുണ്ട്. ചില ആൾ പറയാം, പണ്ട് വർക്കൗട്ട് ചെയ്ത ആളാണ്, ഇപ്പൊ എന്റെ മസിൽസ് ഒക്കെ തൂങ്ങി പോകാനുള്ള കാരണം ഞാൻ വർക്കൗട്ട് നിർത്തിയത് കൊണ്ടാണ്, അന്ന് ഞാൻ ജിമ്മിൽ പോയില്ലായിരുന്നെങ്കിൽ എന്റെ മസിൽസ് ഇങ്ങനെ തൂങ്ങില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഇത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം നമ്മുടെ മസിൽസ് ഫൈബേഴ്സിനെ പറ്റി നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. അത് മസിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ സ്ട്രെയിറ്റഡ് ഫൈബേഴ്സ് ആണ്. അത് കുറച്ചുകൂടി സ്ട്രെങ്ത് ആൻഡ് ഷേപ്പിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ഫാറ്റ് ടിഷ്യൂസിനെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഫാറ്റ് ടിഷ്യൂസിന് ഷേപ്പില്ല. ഫാറ്റ് ടിഷ്യൂസ് എപ്പോഴും ഒരു ഷേപ്പ്ലെസ് ആയിട്ടുണ്ടാവും. നമ്മുടെ മസിൽസിന്റെയും തൊലിയുടെയും ഇടയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ വരികയാണ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇനി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കലോറി ബേൺ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസിന് ഒരു സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം എടുക്കുകയും ആ ഭക്ഷണത്തിന്റെ കലോറി ചെലവാവാതെ ഈ തൊലിയുടെയും മസിൽസിന്റെ ഇടയിൽ ഒരു ഫാറ്റ് വന്ന് അടിയുകയും ഈ ഫാറ്റിന്റെ കാരണത്താൽ നമ്മൾക്ക് ഷേപ്പ് ഇല്ലാതെ തോന്നുകയാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. അതായത് ഫാറ്റിന് ഷേപ്പ് ഇല്ല. അപ്പൊ മസിൽസിന്റെ മുകളിലും മസിൽസിന്റെ ആ ഗ്യാപ്പിലൊക്കെ വന്ന് ഫാറ്റ് അടിയുമ്പോൾ നമ്മൾ ഷേപ്പ്ലെസ് ആയി മാറും. അത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇല്ലാത്തത് കാരണം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് കലോറി ബേൺ ചെയ്യും, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറി ബേൺ ചെയ്യും. അതുകൊണ്ട് തന്നെ ഫാറ്റ് ഡെപ്പോസിഷൻ കുറയും. മാത്രമല്ല, വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും, ഇത്രയും കലോറി കൂടിയ ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ധാരണയിൽ നമ്മൾ ഫുഡിന്റെ കാര്യം കൺട്രോൾ ചെയ്യും. വർക്കൗട്ട് നിർത്തുമ്പോൾ സംഭവിക്കുന്നത്, അവര് വർക്കൗട്ട് നിർത്തിയ കാരണം പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ യാതൊരു കൺട്രോളും ഉണ്ടാവില്ല. ഇനി ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള മസിൽസ് തൂങ്ങിപ്പോകുന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഈ ഫുഡ് കൺട്രോൾ ഇല്ലാതെ മാക്സിമം ഫുഡ് കഴിക്കുകയും കലോറി ബേൺ ആക്കാതെ, അതായത് വർക്കൗട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടും. അത് മസിൽസിന്റെ ദൃഢത നഷ്ടപ്പെടുത്തും, മസിൽസിന്റെ ഇടയിലെ ഷേപ്പ് നഷ്ടപ്പെടും, ഫാറ്റ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇത് ആണ് ശരിക്കും ഉള്ള കാരണം എന്ന് പറയുന്നത്. മസിൽസ് ഒരു കാരണവശാലും മസിൽസ് തൂങ്ങിപ്പോയില്ല. മസിൽ ഫൈബർ ഒരു കാരണവശാലും ഫാറ്റായി മാറില്ല. ഫാറ്റ് ഒരിക്കലും മസിലും ആയി മാറില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഫാറ്റ് ഒക്കെ ഉള്ള ആളുകൾ പറയും, ഒന്നും മസിൽസ് ഒന്ന് ഉറപ്പിക്ക്, ഫാറ്റ് ഒന്ന് ഉറപ്പിക്കുന്നു പറയും. ഫാറ്റ് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഫാറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാനേ പറ്റുള്ളൂ. അത് നിങ്ങൾ കൂടുതൽ കലോറി യൂസ് ചെയ്തുകൊണ്ട്, അതായത് കൂടുതൽ വർക്കൗട്ട് ഒക്കെ ചെയ്ത് അത് ഫാറ്റിനെ നമ്മൾ യൂസ് ചെയ്ത് അത് ഡെപ്പോസിഷൻ ഒഴിവാക്കാണ് വേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മസ്കുലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. മസിൽസ് പുറത്തേക്ക് കാണുമ്പോൾ മസിൽസിന് സ്വന്തം ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്. ആ സൈസ് പുറത്തേക്ക് വിസിബിൾ ആവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ലീൻ ആയിട്ട് നല്ല ഷേപ്പിലും നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നാൻ കാരണമാവും. ഇത് വർക്കൗട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ അല്ലാതെ വർക്കൗട്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും മസിൽസ് തൂങ്ങിപ്പോകില്ല, മസിൽസിന് ഫാറ്റായി മാറില്ല. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മസിൽസിന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവും. അത് നിങ്ങൾ കുറച്ച് നിർത്തി കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റിഫ്നെസിന്റെ കുറവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽസ് ഒന്നുകൂടി ടൈറ്റ്നെസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏജ് ആണ്. ഏജ് ആവുന്ന സമയത്ത് നമ്മുടെ മസിൽ ഫൈബേഴ്സ് ഒക്കെ നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. അതായത് നമ്മുടെ കോശങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക. ഏജ് ഫാക്ടർ കൂടുന്നതനുസരിച്ച്, ഏജ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ മസിൽ ഫൈബേഴ്സിന് നഷ്ടം സംഭവിക്കുകയും മസിൽ ഫൈബേഴ്സ് ഡൗൺ ആവുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മസിൽസിന്റെ ഷേപ്പ് ഒക്കെ കുറയും. മസിൽസ് കുറഞ്ഞു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഷേപ്പ് കുറഞ്ഞു വരുമല്ലോ. അങ്ങനെ നമ്മുടെ ഷോൾഡേഴ്സ് ആയാലും മസിൽസും ലെഗ് ഒക്കെ മസിൽസ് നമുക്ക് നശിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ചില ആളുകൾ കൂടുതലായിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാതെ ഫുഡ് സ്കിപ്പ് ചെയ്യും. അപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഈ മസിൽ ലോസ് ആണ് ഉണ്ടാവുക. മസിൽ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിന്റെ ഷേപ്പ് നഷ്ടപ്പെടുക ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് മസിൽസ് തൂങ്ങിപ്പോകാനുള്ള കാരണങ്ങൾ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക. അല്ലാതെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മസിൽസ് തൂങ്ങിപ്പോകുമല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ കാർഡിയോയും വെയിറ്റ് ട്രെയിനിങ്ങും ഫ്ലെക്സിബിലിറ്റിക്കും സ്ട്രെച്ചിങ്സും ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് മസിൽസിന്റെ സ്ട്രെങ്ത് നിലനിർത്തണം. ഇനി ഏജ് ആവുമ്പോൾ നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത്തും അതുപോലെ ഈ ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എക്സസൈസ്. അപ്പൊ എക്സസൈസ് നിങ്ങൾ തുടർന്ന് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഫുഡ്, കലോറി കൂടിയ ഭക്ഷണം എല്ലാം കുറച്ച് സമീകൃത ആഹാരം കഴിച്ച് നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് സ്ട്രോങ് ആയി, സ്റ്റിഫായി, അട്രാക്റ്റീവ് ആയിട്ട് ലൈഫ് മുന്നോട്ട് നയിച്ചു പോകുക. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.